പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പാർട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിൽ വരുന്ന ബേസിക് കോൺസെപ്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത് ഒരു പാർട്ണർഷിപ്പിൻ്റെ ഫൈനൽ അക്കൗണ്ടിൽ വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, അതിൽ വരുന്ന ജേണൽ എൻട്രികൾ ഏതൊക്കെയാണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത് എങ്ങനെയെന്നും അതിനുശേഷം ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇല്ലുസ്ട്രേഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. ഓൺ 1st January 2009, Anand, Balan and Chandran entered into partnership contributing ₹60,000, ₹40,000 and ₹20,000 respectively. 2009 ജനുവരി 1-ാം തീയതി ഒരു പാർട്ണർഷിപ്പ് തുടങ്ങാണ്. 3 പാർട്ണേഴ്സ് ഉണ്ട്: ആനന്ദ്, ബാലൻ, ചന്ദ്രൻ. ആനന്ദ് കോൺട്രിബ്യൂട്ട് ചെയ്തത്, ആനന്ദ് ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നത് 60,000, ബാലൻ കൊണ്ടുവന്നിട്ടുള്ളത് 40,000, ചന്ദ്രൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് 20,000. ആൻഡ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 5:3:2. അങ്ങനെ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അവർ ഷെയർ ചെയ്യുന്നത് 5:3:2 എന്നുള്ള റേഷ്യോയിലാണ്. ആകെ കിട്ടുന്ന പ്രോഫിറ്റിൽ 10 ഷെയറുകളാക്കി 5 ഷെയർ ആനന്ദിന് കൊടുക്കും, 3 ഷെയറാണ് ബാലന് കിട്ടുന്നത്, 2 ഷെയറാണ് ചന്ദ്രന് കിട്ടുന്നത്. ബാലൻ ഈസ് എൻറ്റൈറ്റിൽഡ് ടു എ സാലറി ഓഫ് ₹5,000 ആൻഡ് ചന്ദ്രൻ എ കമ്മീഷൻ ഓഫ് ₹4,000 പെർ ഇയർ. ബാലനും ചന്ദ്രനും ആക്റ്റീവ് പാർട്ണേഴ്സാണ്. ബാലൻ ഒരു വർഷം 5,000 രൂപ സാലറിയും ചന്ദ്രൻ ഒരു വർഷം 4,000 രൂപ കമ്മീഷനും ലഭിക്കും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ടു ബി അലൗഡ് അറ്റ് 5% പെർ ആനം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനുള്ള പ്രൊവിഷൻ അവർ പാർട്ണർഷിപ്പ് ഡീഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വർഷത്തിൽ 5% ഇൻട്രസ്റ്റ് ആണ് പാർട്ണർഷിപ്പ് ഫേം പാർട്ണേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡ്യൂറിംഗ് ദ ഇയർ ആനന്ദ് വിഡ്രൂ ₹10,000, ബാലൻ ₹6,000 ആൻഡ് ചന്ദ്രൻ ₹5,000. ഈ ഫിനാൻഷ്യൽ ഇയറിൽ 3 പാർട്ണേഴ്സും വിഡ്രോ ചെയ്തിട്ടുണ്ട്. 10,000 രൂപയാണ് ആനന്ദ് വിഡ്രോ ചെയ്തത്, 6,000 രൂപ ബാലൻ വിഡ്രോ ചെയ്തിട്ടുണ്ട്, ചന്ദ്രൻ 5,000 രൂപയും അവരുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വാസ് ചാർജ്ഡ് ₹250 ഓൺ ആനന്ദ്സ് ഡ്രോയിങ്സ്. അങ്ങനെ വിഡ്രോ ചെയ്ത ഡ്രോയിങ്സിന്റെ മുകളിൽ പാർട്ണർഷിപ്പ് ഫേം ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ട്. 250 രൂപയാണ് ആനന്ദ് പാർട്ണർഷിപ്പിലേക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ദെൻ ₹150 ഓൺ ബാലൻസ് ഡ്രോയിങ്സ്. ബാലൻസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കാനുണ്ട്, അത് 150 ആൻഡ് ₹200 ഓൺ ചന്ദ്രൻസ് ഡ്രോയിങ്സ്. ചന്ദ്രൻ വിഡ്രോ ചെയ്തിട്ടുള്ള എമൗണ്ടിന്റെ മുകളിൽ പാർട്ണർഷിപ്പ് ഫേം കളക്ട് ചെയ്യുന്നത് 200 രൂപ ഇൻട്രസ്റ്റ് ആണ്. പ്രോഫിറ്റ് ഇൻ 2009 ബിഫോർ ദ എബവ് മെൻഷൻഡ് അഡ്ജസ്റ്റ്മെന്റ്സ് വാസ് ₹50,000. മുകളിൽ പറഞ്ഞിട്ടുള്ള എക്സ്പെൻസുകളും ഇൻകവും പരിഗണിക്കുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ് ആണ് 50,000. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഈ പാർട്ണർഷിപ്പ് ഫേമിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്തപ്പോൾ ഇവർക്ക് കിട്ടിയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് ആണ് 50,000. അപ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് മുകളിൽ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന പ്രോഫിറ്റ് ആണ് പാർട്ണേഴ്സിന്റെ ഇടയിൽ ഡിവൈഡ് ചെയ്യേണ്ടത്. Then you are required to prepare profit and loss appropriation account and partners capital account. അപ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ടും തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും തയ്യാറാക്കണം. ആദ്യം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കാം. ഒരു അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ആദ്യം എഴുതേണ്ടത് ഈ വർഷം കിട്ടിയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് അതല്ലെങ്കിൽ നെറ്റ് ലോസ്. ഈ ക്വസ്റ്റ്യനിൽ അവസാനമായിട്ട് പറയുന്നുണ്ട്, പ്രോഫിറ്റ് ഇൻ 2009 ബിഫോർ ദ എബവ് മെൻഷൻഡ് അഡ്ജസ്റ്റ്മെന്റ്സ് വാസ് ₹50,000. അതാണ് ഇവർക്ക് കിട്ടിയുള്ള നെറ്റ് പ്രോഫിറ്റ്. ആ നെറ്റ് പ്രോഫിറ്റിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതിനുശേഷം വരുന്ന എക്സ്പെൻസുകളും ഇൻകവും നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ആദ്യം ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് വരേണ്ടത്. ദെൻ ബാലൻ ഈസ് എൻറ്റൈറ്റിൽഡ് ടു എ സാലറി ഓഫ് ₹5,000. ബാലൻ ഒരു വർഷം 5,000 രൂപ സാലറി പ്രൊവൈഡ് ചെയ്യാനുണ്ട്, അതൊരു എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ചെയ്യണം 5,000. ദെൻ ചന്ദ്രൻ എ കമ്മീഷൻ ഓഫ് ₹4,000 പെർ ഇയർ.
ചന്ദ്രന് കമ്മീഷൻ കൊടുക്കാനുണ്ട്, അതും ഒരു എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ചെയ്യണം. കമ്മീഷൻ 4000. ഇനി പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ടു ബി അലൗഡ് അറ്റ് 5% പെർ ആനം. 3 പാർട്ട്നേഴ്സിനും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യണം. ആനന്ദിന് കൊടുക്കേണ്ടത് 60,000-ന്റെ 5%, ബാലന് കൊടുക്കേണ്ടത് 40,000-ന്റെ 5%, ചന്ദ്രന് കൊടുക്കേണ്ടത് 20,000-ന്റെ 5%. ഇനി അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആനന്ദിന്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 60,000 ഇൻറ്റു 5/100, 60,000 ഇൻറ്റു 5/100, ഇത് കിട്ടുന്നത് 3,000. ദെൻ ബാലന് കിട്ടുന്നത് 40,000 ആണ്. ബാലൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ, അതിന്റെ 5%. 40,000 ഇൻറ്റു 5/100 ഇസ് ഈക്വൽ ടു 2,000. ചന്ദ്രൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് 20,000 ആണ്. അതുകൊണ്ട് അയാളുടെ ഇൻട്രസ്റ്റ് വരുന്നത് 20,000 ഇൻറ്റു 5/100 ഇസ് ഈക്വൽ ടു 1,000. അങ്ങനെ ആകെ ഈ പാർട്ണർഷിപ്പ് ഫേം 3 പാർട്ട്നേഴ്സിനും കൂടി കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് ആണ് 6,000. അപ്പോൾ ഈ എക്സ്പെൻസ് ആണ് അടുത്തതായി അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നെഴുതി ഓരോ പാർട്ട്നേഴ്സിന്റെയും ഇൻട്രസ്റ്റ് പ്രത്യേകം എഴുതി ടോട്ടൽ എമൗണ്ട് കോളത്തിലേക്ക് മാറ്റി എഴുതണം. ആനന്ദ് 3,000, ബാലൻ 2,000, ചന്ദ്രൻ 1,000, ടോട്ടൽ എമൗണ്ട് 6,000. ഇനി വരുന്നത് ഡ്രോയിങ്സ് പറയുന്നുണ്ട്, അത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് വരേണ്ടത്. അതും കഴിഞ്ഞാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇറ്റ് ഈസ് ആൻ ഇൻകം, അത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓരോ പാർട്ട്നേഴ്സിന്റെയും ഇൻട്രസ്റ്റ് പ്രത്യേകം എഴുതി ടോട്ടൽ എമൗണ്ട് കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. അങ്ങനെ വരുമ്പോൾ ആനന്ദിന്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുന്നത് 250, ബാലൻ്റെത് 150, ചന്ദ്രന്റെ ഇൻട്രസ്റ്റ് വരുന്നത് 200, ടോട്ടൽ എമൗണ്ട് 600. എല്ലാ എക്സ്പെൻസുകളും എഴുതി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഇൻകം സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തി. ഇനി ബാലൻസ് ചെയ്യണം. ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്താൽ കിട്ടുന്നത് 15,000 ആണ്. ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്താൽ കിട്ടുന്നത് 50,600. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലെ ടോട്ടലാണ് കൂടുതൽ വരുന്നത്, അത് ടോട്ടലായിട്ട് രേഖപ്പെടുത്തി. ഇനി ബാലൻസ് വരുന്നത് ഡെബിറ്റ് സൈഡിലാണ്. 50,600-ൽ നിന്ന് 15,000 മൈനസ് ചെയ്താൽ മതി, കിട്ടുന്നതാണ് 35,600. ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, ഇൻകം സൈഡാണ് കൂടുതൽ. ഇപ്പോൾ ഇവർക്ക് കിട്ടിയിട്ടുള്ളത് പ്രോഫിറ്റ് ആണ്. ഈ പ്രോഫിറ്റ് ആണ് പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഡിവൈഡ് ചെയ്യേണ്ടത്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പറയുന്നത് 5:3:2. 5:3:2 ആണ് ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ ഈ കിട്ടിയ 35,600-നെ 10 ഷെയറുകളാക്കി അതിലെ 5 ഷെയർ ആനന്ദിന്, 3 ഷെയർ ബാലന്, 2 ഷെയർ ചന്ദ്രന്. എൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആനന്ദ് 35,600 ആണ് ടോട്ടൽ അവൈലബിൾ പ്രോഫിറ്റ്, ഇൻറ്റു 5/10. ഇൻറ്റു 5 എന്ന് പറയുന്നത് ആനന്ദിന്റെ ഷെയർ ആണ്, ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുന്നത് ടോട്ടൽ ഷെയർ ആണ്. അപ്പോൾ ഓരോ പാർട്ട്നേഴ്സിന്റെയും ഷെയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടൽ ഷെയർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ 17,800 ആണ് ആനന്ദിന്റെ ഷെയർ. ദെൻ ബാലന് കിട്ടുന്നത് ടോട്ടൽ പ്രോഫിറ്റ് ഇൻറ്റു 3/10. 3 ആണ് ബാലന്റെ ഷെയർ, ഡിവൈഡഡ് ബൈ ടോട്ടൽ ഷെയർ ഈക്വൽ ടു 10,680. ചന്ദ്രന് കിട്ടുന്നത് 35,600-ന്റെ 2/10 ഈക്വൽ ടു 7,120. ഇതാണ് ഓരോ പാർട്ട്നേഴ്സിനും കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഷെയർ. ഈ എമൗണ്ടുകൾ നമ്മളിവിടെ പ്രത്യേകം രേഖപ്പെടുത്തണം. ക്യാപിറ്റൽ അക്കൗണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്. ആനന്ദിന്റെ ഷെയർ എഴുതി 17,800, ബാലന്റെ ഷെയർ 10,680, ചന്ദ്രന്റെ ഷെയർ 7,120. എന്ന് പറഞ്ഞാൽ ടോട്ടൽ കിട്ടിയ പ്രോഫിറ്റിനെ 5:3:2 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്തു. എങ്ങനെയാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്? ഇനി നമുക്ക് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാം. ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് ക്വസ്റ്റ്യനിൽ പറയാത്തത് കൊണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ്. എന്ന് പറഞ്ഞാൽ ഓരോ പാർട്ട്നേഴ്സിനും ഓരോ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം തയ്യാറാക്കിയാൽ മതി. എല്ലാ ട്രാൻസാക്ഷൻസും രേഖപ്പെടുത്തേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. എല്ലാ പാർട്ട്നേഴ്സിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ട് ഒരുമിച്ചാണ് തയ്യാറാക്കുന്നത്. ഡെബിറ്റ് സൈഡിൽ 3 എമൗണ്ട് കോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ആനന്ദ്, ബാലൻ, ചന്ദ്രൻ. ക്രെഡിറ്റ് സൈഡിൽ 3 എമൗണ്ട് കോളങ്ങൾ പ്രത്യേകം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ആനന്ദ്,
ബാലൻ, ചന്ദ്രൻ. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആദ്യം രേഖപ്പെടുത്തേണ്ടത് ഓരോ പാർട്ട്നേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ക്യാപിറ്റലാണ് വരുന്നത്. ഡേറ്റ് 1/1/2009. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ കൊണ്ടുവരുന്ന സമയത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് വർദ്ധിക്കും. ജനറൽ വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഡേറ്റ് 1/1/2009. ക്യാഷ് എന്ന് എഴുതണം. ആനന്ദ് കൊണ്ടുവന്നത് 60,000, ബാലൻ 40,000, ചന്ദ്രൻ 20,000. അതിനുശേഷം പറഞ്ഞിട്ടുള്ളത് ബാലൻ ഈസ് എൻടൈറ്റിൽഡ് ടു എ സാലറി ഓഫ് ₹5,000. ബാലന് സാലറി അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ട് വർദ്ധിക്കും. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ക്ലോസിംഗ് ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. സാലറി ബാലന്റെ എമൗണ്ട് കോളത്തിൽ മാത്രം എമൗണ്ട് രേഖപ്പെടുത്തിയാൽ മതി. കാരണം ആനന്ദിനും ചന്ദ്രനും എന്തില്ല, സാലറി കൊടുക്കുന്നില്ല. ദെൻ ചന്ദ്രൻ ഈസ് എൻടൈറ്റിൽഡ് ടു ഗെറ്റ് എ കമ്മീഷൻ ഓഫ് ₹4,000. അടുത്തത് ചന്ദ്രന് കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യണം. ചന്ദ്രന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് വർദ്ധിക്കുന്നത്. ചന്ദ്രന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. കമ്മീഷൻ ചന്ദ്രന്റെ എമൗണ്ട് കോളത്തിൽ 4,000. ഇനി വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ പാർട്ട്നേഴ്സിന്റെയും ഇൻട്രസ്റ്റ് അവരവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. എഴുതേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആനന്ദ് 3,000, ബാലൻ 2,000, ചന്ദ്രൻ 1,000. ഇനി വരുന്നത് ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കുറക്കണം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ്. ആനന്ദിന്റെ ഡ്രോയിങ്സ് 10,000, ബാലന്റെ ഡ്രോയിങ്സ് 6,000, ചന്ദ്രന്റെ ഡ്രോയിങ്സ് 5,000. ഇനി വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ചാർജ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നും കുറക്കണം. ക്യാപിറ്റൽ അക്കൗണ്ട് കുറയണമെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓരോ പാർട്ട്നേഴ്സിന്റെയും പ്രത്യേകം രേഖപ്പെടുത്തണം. ആനന്ദിന്റെ 250, ബാലന്റെ 150, ചന്ദ്രന്റെ 200. ഇനി വരുന്നത് ഈ വർഷം ഫൈനൽ അക്കൗണ്ട് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് ആണ്. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലാണത് ഡിവൈഡ് ചെയ്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഒന്ന് പരിശോധിക്കാം. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. ആകെ കിട്ടിയ പ്രോഫിറ്റിനെ അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണം. ക്യാപിറ്റൽ അക്കൗണ്ട് വർദ്ധിക്കും. അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. എഴുതേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 17,800 ആണ് ആനന്ദ്, 10,680 ബാലൻ, 7,120 ചന്ദ്രൻ. അപ്പോൾ നമ്മൾ ആദ്യം കൊണ്ടുവന്ന ക്യാഷ് എഴുതി, സാലറി എഴുതി, കമ്മീഷൻ എഴുതി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ദെൻ ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഡ്രോയിങ്സ് എഴുതി, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതി. എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ രേഖപ്പെടുത്തി. ഇനി നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ആനന്ദിന്റെ ക്രെഡിറ്റ് സൈഡ് ആണ് ടോട്ടൽ കൂടുതൽ വരുന്നത്. ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്തു 80,800. അത് ഡെബിറ്റ് സൈഡിലേക്ക് എഴുതി. ബാലൻസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് 70,550. ബാലന്റെ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്തു 57,680. അത് ഡെബിറ്റ് സൈഡിൽ എഴുതി. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 51,530. ചന്ദ്രന്റെ അക്കൗണ്ടും ടോട്ടൽ ചെയ്തു 32,120. ഡെബിറ്റ് സൈഡിൽ എഴുതി. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 26,920. ഈ ടോട്ടലിൽ നിന്ന് ഡെബിറ്റ് സൈഡിലെ എമൗണ്ടുകളാണ് മൈനസ് ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്നതാണ് നമുക്ക് ബാലൻസ്. ഇപ്പോൾ കിട്ടിയതാണ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ. പിന്നെ ഞാൻ പ്രസന്റ് ചെയ്തത് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും തയ്യാറാക്കാനുള്ള ഒരു ഇലിസ്ട്രേഷനാണ്. അപ്പോൾ ആദ്യം അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കി എക്സ്പെൻസുകളും ഇൻകങ്ങളൊക്കെ എഴുതി കിട്ടുന്ന ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. then ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും എഴുതാനുള്ള എല്ലാ ട്രാൻസാക്ഷൻസും രേഖപ്പെടുത്തി നമ്മൾ ബാലൻസ് ചെയ്തു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം.